എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അനാസ്ഥയുടെ രക്തസാക്ഷി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ. പ്രധാനാധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും അപകടമുണ്ടായ സ്കൂളിലും മരിച്ച മിഥുന്റെ വീട്ടിലും സന്ദർശനം നടത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രിമാരുടെ ഉറപ്പ്. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാനാധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തി. അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാനാധ്യാപികയും ശ്രമിച്ചില്ല. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. ഇല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. അപകടമുണ്ടായ സ്കൂൾ മന്ത്രി വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സന്ദർശിച്ചു. അധ്യാപകരെയും മന്ത്രിമാർ കണ്ടു. വീഴ്ച വരുത്തിയ മുഴുവൻ പേർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മന്ത്രിമാർ. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 3 അന്വേഷണമാണ് നടക്കുന്നത്. മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും മന്ത്രിമാർ കണ്ടു. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും. മരിച്ച മിഥുന്റെ സഹോദരന് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം KSEB കുടുംബത്തിന് കൈമാറി. തേവലക്കര ബോയ്സ് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ സന്ദർശനം നടത്തി. 24 തിരുവനന്തപുരം, കൊല്ലം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധമാളുന്നു. തേവലക്കര സ്കൂളിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനും പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനു മുന്നിലും വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി രാവിലെ മുതൽ കൊല്ലം തേവലക്കര സ്കൂളിന് മുന്നിൽ നടന്നത് വലിയ പ്രതിഷേധങ്ങൾ. KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂളിലേക്ക് BJPയും ABVPയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. തേവലക്കരയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും കെ എൻ ബാലഗോപാലിനും നേരെ RYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP പ്രതിഷേധവും സംഘർഷത്തിലേക്ക് വഴിമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ എല്ലാം ഫിറ്റെന്ന പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ്. മെയ് 29-ന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് പുറത്തുവന്നിരിക്കുന്നത്. കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയതെന്നും സൈക്കിൾ ഷെഡിനല്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകന്റെ പ്രതികരണം. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് 24-ന് ലഭിച്ചത്. സ്കൂൾ കെട്ടിടങ്ങൾ ഉറപ്പുള്ളതും പ്രവർത്തനക്ഷമം ആണെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ സ്കൂൾ കെട്ടിടങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് നൽകാൻ കഴിയുന്നതല്ലെന്ന് സ്കൂളിൽ പരിശോധന നടത്തിയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കി. ഫിറ്റ്നസ് നൽകിയ സാഹചര്യം പരിശോധിക്കുമെന്ന് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ 24-നോട് പറഞ്ഞു. കെട്ടിടങ്ങൾക്കാണ് ഫിറ്റ്നസ് നൽകിയതെന്നും
സൈക്കിൾ ഷെഡിനല്ലെന്നും പ്രതികരണം. നമ്മൾ ആ കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അതിനോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. അത് അനധികൃതമാണെന്ന് മനസ്സിലാക്കി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്കടക്കം ഫിറ്റ്നസ് നൽകാൻ ഇടപെടൽ നടന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായി. 24 കൊല്ലം. മിഥുന്റെ വേർപാടിന്റെ വേദന താങ്ങാനാകാതെ വിളന്തറയിലെ വീട്. നിരവധി പേരാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള മിഥുന്റെ അമ്മ നാളെ നാട്ടിലെത്തും. നാളെ വൈകിട്ടാണ് സംസ്കാരം. സ്വന്തം സമ്പാദ്യത്താൽ ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മിഥുന്. അതിനായി കരുതിവെച്ച ചില്ലറത്തുട്ടുകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് അച്ഛമ്മ. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ചുറ്റുമുള്ളവർ. നിരവധി പേരാണ് വിളന്തറയിലെ മിഥുന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നാളെ വൈകിട്ട് 4 മണിയോടെയാണ് മിഥുന്റെ സംസ്കാരം. രാവിലെ 10 മണിക്ക് തേവലക്കര സ്കൂളിൽ പൊതുദർശനം. വിദേശത്തുള്ള മിഥുന്റെ അമ്മ സുജ നാളെ നാട്ടിലെത്തും. 24 കൊല്ലം. തൃശൂർ കുരിയച്ചിറയിൽ സ്കൂളിൽ മൂർഖൻ പാമ്പ്. സെയിന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ C ഡിവിഷനിലാണ് സംഭവം. പുസ്തകമെടുക്കാൻ മേശവലിപ്പ് തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഗുഡ് ഈവനിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, ഇന്ന് രാവിലെയാണ് ഈ സ്കൂളിലെ മേശവലിപ്പ് തുറക്കുന്ന സമയത്ത് അതിനകത്ത് മൂർഖൻ പാമ്പിനെ കണ്ടത്. കുട്ടികൾ തന്നെയാണ് ഈ മേശവലിപ്പ് തുറന്നതെന്നുള്ളതാണ് ഈ രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ മേശവലിപ്പിൽ നിന്ന് പുസ്തകം എടുക്കാൻ തുറക്കുമ്പോൾ അതിന് മുകളിൽ ഈ പാമ്പ് ഇരിക്കുകയായിരുന്നു. പേടിച്ച് കുട്ടികൾ പുറകിലേക്ക് മാറുകയും ഈ സമയം അവിടെ ഉണ്ടായിരുന്ന അധ്യാപിക ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇവരെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കിയ ശേഷം ഈ പാമ്പിനെ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ അധ്യാപകരടക്കം എത്തി. അതിനുശേഷമാണ് ഈ കുട്ടികളെ പിന്നീട് ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചത്. ഈ പാമ്പടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഒരു സാധാരണ പരിശോധനയൊക്കെ നടത്താറുണ്ട് എന്നുള്ളതാണ് ഈ ജീവനക്കാരുമായി സംസാരിക്കുമ്പോഴും സ്കൂൾ അധികൃതരുമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. പക്ഷേ ഈ മേശവലിപ്പിനകത്ത് എങ്ങനെ പാമ്പ് വന്നു എന്നതറിയില്ല എന്ന് സ്കൂൾ അധികൃതരും വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ സ്കൂളിൽ വീട്ടിലെത്തി കുട്ടികൾ ഈ വിവരം രക്ഷിതാക്കളോട് പറയുന്ന സമയത്താണ് ഈ രക്ഷിതാക്കൾ ഈ വിവരം അറിയുന്നത്. പിന്നീട് ഈ ക്ലാസ് ടീച്ചറുമായെല്ലാം തന്നെ ഇവർ സംസാരിച്ചു. ആ സമയത്ത് അധ്യാപികയും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സ്കൂളിലെ മേശവലിപ്പിൽ തന്നെ ഈ മൂർഖൻ പാമ്പിനെ കണ്ടതിൻ്റെ ആശങ്കയിലാണ് ഇപ്പോൾ ഈ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ഉള്ളത്. ക്രിസ്റ്റിന. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നു. 24 വാർത്താ പരമ്പര തലയ്ക്കുമീതെ മരണക്കെണി. തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം HSSലെ ക്ലാസ് മുറികൾക്ക് സമീപത്തുകൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങളായി കയറിയിറങ്ങുന്നുവെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിനുള്ളിലെ 2 പ്രധാന കെട്ടിടങ്ങളിലൊന്ന് തമിഴ്നാട്ടിലും മറ്റൊന്ന് കേരളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്തു കൂടിയാണ് അപകടാവസ്ഥയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ഏതു നിമിഷവും വലിയൊരു അപകടം പതിയിരിക്കുകയാണിവിടെ. നിരവധി തവണ വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചത്. പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയ KSEB ഉദ്യോഗസ്ഥർ LT ലൈൻ മാറ്റിസ്ഥാപിക്കുവാൻ 15 ലക്ഷം രൂപ വേണ്ടിവരുമെന്നറിയിച്ചു. പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കണമെങ്കിൽ തമിഴ്നാടിന്റെ പ്രദേശത്തു കൂടി വേണം KSEB ലൈനുകൾ മാറ്റാൻ. ഇതും സാങ്കേതിക തടസ്സമുണ്ടാക്കുന്നുണ്ട്. LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. അടിയന്തരമായി KSEB ലൈനുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാണ് മാനേജ്മെന്റും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നത്. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരനായ മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായപ്പോഴാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പാറശാലയിലും അങ്ങനെയൊരു അപകടമുണ്ടാകാൻ കാത്തിരിക്കുകയാണോ ഉദ്യോഗസ്ഥർ? റിനു ശ്രീധർ, 24 തിരുവനന്തപുരം.
കൂടുതൽ വാർത്തകളിലേക്ക്. സർവകലാശാല വിഷയത്തിൽ സമവായത്തിലെത്താൻ സർക്കാരും ഗവർണറും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. എപ്പോഴായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച? മുഖ്യമന്ത്രിയും ഗവർണറും കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷമായിരിക്കില്ലേ? കൃഷ്ണ, ഗുഡ് ഈവനിംഗ്. സർവകലാശാല വിഷയം സർക്കാരിനും അതോടൊപ്പം തന്നെ മറ്റ് ഏറെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമവായത്തിന് കളമൊരുങ്ങുന്നത്. സമവായത്തിന്റെ ആദ്യ സൂചനകൾ നൽകി ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ തടയാതിരിക്കാൻ SFI ശ്രദ്ധിച്ചു. പിന്നീട് VC-യും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം മുഖ്യമന്ത്രി ഗവർണർ തല ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് ഡൽഹിയിൽ നിന്ന്. ഗവർണർ നാളെ രാത്രിയോടുകൂടി മാത്രമേ തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും സർവകലാശാല വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. എന്തായാലും സർവകലാശാലയിൽ വിഷയത്തിലുള്ള ഏറ്റുമുട്ടൽ സർക്കാരിനും രാജ്ഭവനും ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത അരാജകത്വമാണ് എന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണുക ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. കേരള സർവകലാശാല തർക്കവുമായി ബന്ധപ്പെട്ട് മനീഷ് മഹിപാൽ അറിയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടു. മന്ത്രിയുടെ ചേംബറിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. VC-യുടെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ക്ഷണിച്ചിട്ടാണ് ചർച്ചയ്ക്കെത്തിയതെന്നും സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്നെത്തിയത്. VC-യെ തടയുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും SFI-യുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായില്ല. VC അംഗീകരിക്കാത്ത രജിസ്ട്രാർ KS അനിൽകുമാറും സർവകലാശാലയിലെത്തിയെങ്കിലും മറ്റൊരു യോഗത്തിനായി ഉടൻ തിരികെ പോയി. സർവകലാശാലയിലെത്തിയ VC-യുടെ വാർത്താ സമ്മേളനവും നാടകീയമായിരുന്നു. നാട്ടിൻ്റെ ഭരണത്തലവൻ അത് ഗവർണറാണ്. യൂണിവേഴ്സിറ്റിയുടെ തലവൻ അത് ചാൻസലറാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. നിയമം പാലിക്കണം എന്നാണ് എനിക്ക് ഈ ആളുകളോട് പറയാനുള്ളത്. നിയമം എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കായിട്ടൊരു നിയമമില്ല. വിദ്യാർത്ഥികളെന്ന പേരിൽ കുറെ ആളുകളെ, അക്രമികളെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? വയനാട് നെല്ലിയമ്പത്തിറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യം ആരംഭിച്ചു. വനം വകുപ്പ് സംഘം ആനകളെ ട്രാക്ക് ചെയ്തിരുന്നു. 3 ആനകളാണ് പ്രദേശത്തുള്ളത്. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലായി നെല്ലിയമ്പം മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 5 ആനകളായിരുന്നു. അതിൽ 2 ആനകൾ ഇന്നലെ തന്നെ കാട് കയറിപ്പോയി. പക്ഷേ 3 ആനകളുടെ സാന്നിധ്യം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷമാണ് വനംവകുപ്പ് ദൗത്യം തുടങ്ങിയത്. വലിയ അശ്രാന്ത പരിശ്രമം തന്നെയായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കാട്ടാനകളെ തുരത്തുക, അതായത് ജനവാസ മേഖലയിൽ ആണ് ഈ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല തോട്ടങ്ങൾ, വയൽ ഇതെല്ലാം തന്നെ തരണം ചെയ്താണ് 3 കാട്ടാനകളെയും തുരത്താൻ, പാതിരി വനമേഖലയിലേക്ക് തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ചെതലയം റേഞ്ച് ഓഫീസർ തന്നെ രാജീവ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ദൗത്യം വളരെ ദുഷ്കരമായിരുന്നു. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു ദൗത്യത്തിന്റെ അവസ്ഥ വിവരിക്കൂ. നമുക്ക് ഈ കാടുകൾ പോലെ തന്നെ തോട്ടങ്ങൾ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ ദുഷ്കരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് നമ്മൾ 1-2 തവണ വയലിലേക്കൊക്കെ ഇറക്കിയെങ്കിലും ആന തിരികെ തന്നെ ഈ കാട് പോലെ തന്നെ പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങളിലേക്ക് കയറുകയായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും 3 കാട്ടാനകളെയും നമ്മളിപ്പോൾ കാട്ടിലേക്ക് സുരക്ഷിതമായി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ വിജയിച്ചതായി നമുക്ക് പറയാം. ഈ ആശങ്ക ശരിക്കും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അവരൊക്കെ പലപ്പോഴും രോഷം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വന്നതാണല്ലേ? അതെ. അതെന്താണെന്ന് പറഞ്ഞാൽ നെല്ലിയമ്പം ഭാഗത്തൊക്കെ ആന അപൂർവമായി മാത്രം എത്തുന്ന ഒരു 8 കിലോമീറ്ററോളം പുറത്തോട്ട് ആന എത്തിപ്പോയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് നിന്നിരുന്നത്. കാടിനടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ ഓടിക്കാൻ പറ്റും. ഇത് 8 കിലോമീറ്റർ ദൂരം ആനയെ തുരത്തി തിരികെ കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ദുഷ്കരമായ പ്രവൃത്തിയാണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും വിജയകരമായ ആ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ചു. റേഞ്ച് ഓഫീസർ രാജീവ് മുതൽ താഴെ തട്ടിലുള്ള വാച്ചർമാർ വരെയുള്ളവരുടെ കൂട്ടായ പരിശ്രമം, അത് വലിയ പരിശ്രമം തന്നെയായിരുന്നു. അതിന് നമ്മൾ ദൃക്സാക്ഷികളായതുമാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശ്വാസം. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ ഇപ്പോൾ വനമേഖലയിലേക്ക് തുരത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എപ്പോഴും വനംവകുപ്പിനെ ആളുകൾ വലിയ രീതിയിൽ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദൗത്യം പൂർണ്ണമായും ജനങ്ങൾ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചും. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
നിമിഷപ്രിയയുടെ മോചനത്തിന് ഹർജിക്കാരുടെ പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണമോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് സുപ്രീംകോടതി. കുടുംബത്തെ അല്ലാതെ ഹർജിക്കാരുടെ സംഘത്തെ അയച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച കാര്യം കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതിന് പിന്നിൽ പ്രയത്നിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും കേന്ദ്ര സർക്കാരും അടക്കം എല്ലാവർക്കും നന്ദി അറിയിച്ച ഹർജിക്കാർ ചർച്ചകൾക്കായി യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു. 2 കേന്ദ്ര സർക്കാർ പ്രതിനിധികളും 2 നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികളും കാന്തപുരത്തിന്റെ 2 പ്രതിനിധികളും ഉൾപ്പെട്ട സമിതി വേണം എന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനാകില്ലെങ്കിലും കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ കേന്ദ്രം ചർച്ചകളിൽ കുടുംബത്തിന് മാത്രമാണ് കാര്യമെന്നറിയിച്ചു. ഏതെങ്കിലും സംഘടന യമനിൽ പോയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് അറ്റോർണി ജനറൽ നിലപാടറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് പ്രതിനിധി സംഘത്തെ അയക്കുന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 14-ന് ഹർജി സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. കൂടുതൽ വാർത്തകളിലേക്ക്. കണ്ണൂർ ഇരിട്ടി കുന്നോത്ത് വിഷപ്പാമ്പുമായി കളിച്ച കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടികൾ മൂർഖൻ പാമ്പിനെ കൈകൊണ്ട് പിടിച്ചു കുപ്പിയിലടച്ചു. കുട്ടികളിൽ ഒരാൾ മാതാവിന് ചിത്രം അയച്ചുകൊടുത്തതാണ് രക്ഷയായത്. അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ സ്ഥലത്ത് വെച്ചാണ് കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ മൂർഖൻ പാമ്പിനെ ഒരു കമ്പ് കൊണ്ട് അതിനെ ചില്ലി ആദ്യം ഈ മുറ്റത്തേക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് ചില്ലിയിടുന്നു. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിനകത്തേക്ക് മാറ്റിയാണ് അതിനുശേഷം ഈ ഫോട്ടോ എടുത്താണ് ഇവിടെ ഉണ്ടായിരുന്ന സമീപ പ്രദേശവാസിയായിട്ടുള്ള ചേച്ചിക്ക് അയച്ചു കൊടുത്തത്. ഈ കുട്ടികൾ നമ്മൾ ദൃശ്യം കാണുന്ന കുട്ടികളാണ്. ഒരല്പം സാഹസമാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് ഇത് മൂർഖൻ പാമ്പാണെന്ന കാര്യം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് അവർ പറയുന്നത്. പിന്നീടാണ് ഇതിൻ്റെ അപകടമൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ നമ്മൾ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്ന് വിളിച്ച് പാമ്പിനെ കണ്ടെന്ന് വിളിച്ച് നമ്മൾ വന്ന് നോക്കുമ്പോൾ പാമ്പുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി പോകുന്നായിരുന്നു. ചെള്ളി മിറ്റത്തേക്കിട്ട് നമ്മൾ മറ്റേ വടി വെച്ചിട്ട് കുപ്പിയിലേക്ക് ആക്കും ചെയ്ത പാമ്പിനെ. നമ്മൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്ന് എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നു. എന്നോട് ആദ്യം പറഞ്ഞു പാമ്പ് എന്ന്. അത് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞു എന്നോട് പറഞ്ഞു ഏട്ടാ പാമ്പ് എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ ആ സ്ഥലത്ത് പാമ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കമ്പ് കൊണ്ട് ചിള്ളി മിറ്റത്തേക്കാക്കി ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി കയറ്റു ചെയ്തേ. ചേച്ചിക്കാണ് ഇത് ഫോട്ടോ അയച്ചു തന്നതല്ലേ? ഇരിട്ടിയിൽ ജോലി ചെയ്യുന്നതിനിടെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് മനസ്സിലായോ? ഇല്ല, എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലല്ല. ഇത് കാണുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുപ്പിയിൽ ഇവർ കുപ്പിയിലാക്കിയതിന് ശേഷമാണ് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പാമ്പ് പിടിക്കുന്ന ഒരാൾ തന്നെയുണ്ട്. അപ്പോൾ പുള്ളി ഫൈസൽ വെൽക്കോട്, അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളിയാണ് പറഞ്ഞ് മുറുക്കൻ്റെ കുഞ്ഞാണ്. പാമ്പിനെ പിടിച്ചെന്നല്ല, ഇവനോട് ഞാൻ ചോറ് തിന്നാൻ വിളിക്കാൻ പറഞ്ഞു എൻ്റെ ചേട്ടനോട്. അന്നേരം ഓടി വന്നിട്ട് പറഞ്ഞു അമ്മമ്മ അവിടെ പാമ്പുണ്ട്. ഞാൻ പറഞ്ഞു പാമ്പെല്ലാം അരണിയായിരിക്കും പറഞ്ഞു. എല്ലാ അമ്മമ്മ അതിന് കാലില്ല എന്ന് പറഞ്ഞു. മറ്റപകടങ്ങളിലേക്കൊന്നും പോയില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഇരിട്ടിയിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. ധർമ്മസ്ഥലയിലെ നിഗൂഢത. ഇമ്പാക്ട്. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ സുപ്രീംകോടതി ജഡ്ജി ഗോപാല ഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മൗനം വെടിഞ്ഞത്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാണ്. ദുരൂഹതകൾ നീങ്ങണം. ദക്ഷിണ കന്നഡ പോലീസിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സർക്കാരിന് മേൽ സമ്മർദ്ദമില്ലെന്നും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. പോലീസ് റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് കൈമാറുമെന്നാണ് സൂചന. മുൻകാലങ്ങളിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച പോലീസ് ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കണ്ടറിയണം. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുൻ സുപ്രീംകോടതി ജഡ്ജി ഗോപാല ഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. 24 ധർമ്മസ്ഥല. നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യം ഞെട്ടലോടെ കേട്ട പേരാണ് കർണാടകയിലെ ധർമ്മസ്ഥല. ഏറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന വനങ്ങളാലും നദിയാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഇടം. ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളും ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമാണ് ധർമ്മസ്ഥലയിൽ കേൾക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് ധർമ്മസ്ഥല? 24 എക്സ്ക്ലൂസീവ്.
ഒരു ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമം, നാനാദിക്കുകളിൽ നിന്നും ദിനേനെ ഭക്തരെത്തുന്ന പുണ്യസ്ഥലം. ഒരാഴ്ച മുൻപ് വരെ ധർമ്മസ്ഥലയെക്കുറിച്ച് കേട്ടതും വായിച്ചതുമൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ ധർമ്മസ്ഥലയാകെ കലങ്ങി മറിയുകയാണ്. എന്താണ് ധർമ്മസ്ഥല? എങ്ങനെയാണ് ധർമ്മസ്ഥല? 800 വർഷം പഴക്കമുള്ള പ്രൗഢി നിറഞ്ഞ മഞ്ജുനാഥസ്വാമി ക്ഷേത്രം. ധർമ്മസ്ഥല എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റിയാണ്. പക്ഷേ അതിനപ്പുറം പല വിധേയപ്പെടുത്തലിന്റെ, അടിച്ചമർത്തലിന്റെ, ഭീഷണിയുടെ, ക്രൂര കൊലപാതകങ്ങളുടെ കഥയും ധർമ്മസ്ഥലയ്ക്ക് പറയാനുണ്ട്. ജൈനമതസ്ഥരായ ഒരു കുടുംബത്തിന്റെ അധീനതയിലാണ് പണ്ട് മുതലേ ക്ഷേത്രമുള്ളത്. പ്രദേശവാസികളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ട കടുത്ത വിശ്വാസികൾ. ധർമ്മസ്ഥലയിലെ സിംഹഭാഗം ഭൂമിയും ഈ കുടുംബത്തിന്റെ പക്കൽ തന്നെ. കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും തുടങ്ങി എല്ലാം പണ്ടേക്ക് പണ്ടേ സ്ഥാപിച്ച് സർവ്വമേഖലയും കുത്തകയാക്കിയവർ. ഒപ്പം രാഷ്ട്രീയ അധികാരവും. വിശ്വാസവും ജന്മിത്വവും അധികാരവും ഒക്കെ ചേർന്ന ഫോർമുല ഉപയോഗിച്ച് ധർമ്മസ്ഥലയെ തങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഇക്കൂട്ടർ മാറ്റി. മംഗലാപുരത്ത് നിന്ന് 74 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉജൈരിലെത്തും. ഉജൈറാണ് ധർമ്മസ്ഥലയിലേക്കുള്ള കവാടം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിഗൂഢതകളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള വാതിൽ ദേ ഇതാണ്. ഈ വാതിലിനിപ്പുറം വരെ ഒരു നിയമവും ഇതിനപ്പുറത്തേക്ക് അലിഖിതമായ മറ്റൊരു നിയമവുമാണ് വാഴുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ എന്ത് നടന്നാലും ഈ കൂട്ടർക്കറിയാം. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ധർമ്മസ്ഥലയിലേക്ക് ഒരാൾ കടന്നാൽ ഈ വിഭാഗത്തിന് കൃത്യമായി വിവരം നൽകാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. ചെറുകിട കച്ചവടക്കാർ, ലോഡ്ജ് ഉടമകൾ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ തുടങ്ങി ആ സംഘം വളരെ വലുതാണ്. ഡി കമ്പനി എന്ന് ഇവരെ വിളിക്കാം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തതൊന്നും ധർമ്മസ്ഥലയിൽ അനുവദിക്കില്ലായിരുന്നു ഈ സംഘം. ക്ഷേത്രത്തിന് സമീപം ടാക്സിയും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാൻ ഡി സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമാണ് ഈ പ്രബല വിഭാഗം ഇന്നും അനുമതി നൽകിയിട്ടുള്ളത്. ഇവരിലെല്ലാവരും മാസത്തിലൊരിക്കൽ രാത്രി ക്ഷേത്രത്തിന് കാവലായി നിൽക്കണം. രാത്രിയിൽ സംഭവിക്കുന്നതെന്തും ಇವರು ಅರಿഞ്ഞിരിക്കണമെന്ന് ತಿಟ್ಟೂರಂ. ಸಾವಿರಾರು, ಅದು ಎಷ್ಟು ಸಾವಿರ ಇದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬರಲಿಕ್ಕಿಲ್ಲ. ಆದರೆ ಯಾವುದೇ ಕೇಸ್, ಯಾವುದೇ ಸರ್ಕಾರ ಬರಲಿ, ಯಾವುದೇ ಗೌರ್ಮೆಂಟ್ ಬರಲಿ, ಯಾವುದೇ ಪೊಲೀಸ್ ಆಫೀಸರ್ ಬರಲಿ, ಯಾವುದೇ ಕಾನೂನು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಲಾಗೂ ಆಗುವುದಿಲ್ಲ. റിപ്പബ്ലിക് ഓഫ് ധർമ്മസ്ഥല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി കയ്യിലെടുക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ലൈംഗിക താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, രാഷ്ട്രീയ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനുമായി ഈ കുടുംബവും അവരുടെ കൂട്ടരും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ആരോപണം. അവയിൽ ഓരോന്നും ഞങ്ങൾ തുറന്നു കാട്ടും. ഈ സംഭവങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്നത്. 6 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന വ്യവസ്ഥകൾക്കും വിധേയപ്പെടലിനുമൊക്കെ ഒരു മയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പട്ടാപ്പകലെങ്കിലും ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഭീതിയിൽ കഴിയുന്ന അനേകായിരം പേർ ഇവിടെയുണ്ട്. അതിനൊക്കെ തക്കതായ കാരണങ്ങളുമുണ്ട്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നും മുഹമ്മദ് റഹീസ്, 24. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്.